മരണപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യുടെ പിതാവും സഹോദരനുമാണ് നമുക്കൊപ്പം. എന്തുകൊണ്ടാണ് മകൾ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു? ഈ 2 മാസം കൊണ്ട് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ നല്ല ഹാപ്പി ആയിട്ടിരുന്ന എൻ്റെ കുടുംബമാണ്. അവൻ ഈ ബിനോയ് എന്ന് പറയുന്നവൻ ഈ വീഡിയോ ഇതൊക്കെ തുടങ്ങിയ ശേഷം എൻ്റെ കുടുംബം നശിച്ചത്. ഇപ്പം എൻ്റെ പിള്ളയും പോയി. മകളിങ്ങനെ പഠനകാര്യങ്ങളിലൊക്കെ അതിൽ ഇപ്പം തോറ്റെങ്കിലും അവളെ നമ്മൾ തന്നെ അത് പറഞ്ഞ് അവൾക്ക് യാതൊരു ഇതുമില്ല. രണ്ടാമത് എഴുതാനുള്ള ഇതിനൊക്കെ എഴുതി അതിനുള്ളതെല്ലാം കൊടുത്തായിരുന്നു. മകൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വലിയൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ മോൾക്ക് ഈ ഒരു അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെ അറിയായിരുന്നു? അത് പറയും, എനിക്ക് പേര് കേൾക്കണം അച്ഛാ എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഈ സുഹൃത്ത്? ഈ സോഷ്യൽ മീഡിയ ആ വഴി തന്നെയാണ് ഇവർ പരിചയപ്പെട്ടത്. എത്ര കാലത്തെ പരിചയമാണ് ഇവർക്ക്? അറിയൂ? ഏകദേശം 10 മാസത്തോളം ആയെന്ന് തോന്നുന്നു. അത് ഓർമ്മയില്ല, എന്നാലും ഇത്രയൊക്കെ ആയി. ഈ മകൾക്കിപ്പം ഈ ആൾ, അതായത് ഈ സുഹൃത്ത് ഇവിടെ വരുമായിരുന്നു? നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു? എങ്ങനെയാണ് ഇവിടെ വരുമായിരുന്നു? ഇവിടെ വന്നിട്ട് ഇവർ ഒരുമിച്ച് തന്നെ വീഡിയോ എടുക്കാൻ പോണതും ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല? ഇപ്പം ഈ പറഞ്ഞില്ലേ, ഈ 2 മാസം കൊണ്ട് ഇവിടെ വരാറില്ല. ഇവിടെ വന്നിട്ടാണ് ഇവർ പോകുന്നത്. ഇപ്പം വരാറില്ല. അപ്പം 2 മാസം കൊണ്ട് എൻ്റെ മോള് ആകെ ഇതായിട്ടിരുന്നു. ഇപ്പം ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ചായിരുന്നു. ഈ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് മകളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. അത് മരണകാരണമാവാം എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിഷമം കൊണ്ടാകാം ഈ ഒരു തീരുമാനത്തിലെത്തിയതെന്നും പറയുന്നുണ്ട്. അച്ഛൻ എന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? ഒരു തരത്തിലും എൻ്റെ മകൾ സൈബർ ആക്രമണം എന്നും പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം ഏത് കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ അവൾ നല്ല മനസ്സിന് നല്ല കട്ടിയോടി തന്നെ നിന്ന് അതിനെ നേരിടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഈ ബിനോയ് എന്ന് പറയുന്ന അവൻ തന്നെയാണ് എൻ്റെ മകളെ കൊല്ലിച്ചത്. അതിൽ യാതൊരു മാറ്റമില്ല. ഇപ്പോൾ നിങ്ങൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് എന്തെങ്കിലും നൽകിയിട്ടുണ്ട്? അതിലെന്താണ് പറയുന്നത്? അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും ചാനലുകാരും ഇതൊക്കെ വന്നതല്ലേ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത്, എൻ്റെ മകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അത് അവനെ വിളിച്ച് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് കൊടുത്തിട്ടുമുണ്ട്. പെറ്റീഷൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതവർ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ മോൻ വീട്ടിലുണ്ടായിരുന്നു? ഈ സൂയിസൈഡ് നടന്നപ്പോഴാണ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നുണ്ട്? അമ്മയും ഉണ്ടായിരുന്നു? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ 3 പേര്. പിന്നെ ചേച്ചി, അമ്മയച്ഛനും അകത്തായിരുന്നു. ഞാൻ ഇവിടെ വെളിയിലാണ് കിടക്കുന്നത്. ഈ രാത്രിയോടെയാണോ സംഭവം? രാത്രി. എപ്പോഴാണ് കാണുന്നത് നിങ്ങൾ? ഏകദേശം ഞാൻ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കി. 11:30 ആയപ്പോൾ നോക്കിയപ്പോൾ ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നു. ഇപ്പം വയലൻ്റായിട്ട് നമ്മൾ റൂമിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് 11:50 ആയപ്പോൾ പോയി. അപ്പോഴാണ് കണ്ടത്. ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷമേ ചേച്ചിയോട് സംസാരിച്ചായിരുന്നു? ഇല്ല, അവൾക്ക് ബോധമില്ല. പിന്നെ മോള് സംസാരിച്ചിട്ടേ ഇല്ല. മോള് പിന്നെ ആ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെൻറ്റിലേറ്ററിലായിരുന്നു. ഈ മരിക്കുന്നവരെ വെൻറ്റിലേറ്ററിലായിരുന്നു. വേറെ സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഒരു അനക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഈ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം സുഖമില്ല എന്നൊക്കെ പറയുന്നു. സുഖമില്ല. ഇപ്പം ഇവിടെ കിടപ്പ് തന്നെയാണ്. ആരാണ് താങ്ങണത്? ഇത്തിരി വലിയൊരു വേദന. 18 വയസ്സ് വരെ വളർത്തിയ ഒരു മകൾ നഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്ക് പിന്നെ വിഷമം വരില്ലേ. ഒന്നാമതും വൈഫിന് വയ്യാത്തതാണ്, എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഈ ചേച്ചിയും ഇവരായിട്ടുള്ള റീൽസൊക്കെ നിങ്ങൾ മോൻ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇവരെ നേരത്തെ അറിയാമോ? എങ്ങനെയായിരുന്നു? നിങ്ങൾ നല്ല കമ്പനിയായിരുന്നു? ഞാനും ബിനോയും കമ്പനിയായിരുന്നു. ചേച്ചിയായിട്ട് ആ ടൈമിൽ കമ്പനിയായിരുന്നു. വീഡിയോ എടുത്ത് കൊടുക്കാനൊക്കെ വല്ലപ്പോഴും പോവും. അങ്ങനെ കമ്പനി ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ ആളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി പൊതുവെ എങ്ങനെ എപ്പോഴും നല്ല ഹാപ്പിയായി ചിരിച്ച് നടക്കാറുള്ളതാണ്? നല്ല ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ അച്ഛനമ്മ എന്നുള്ള ഇതിലല്ല, ഒരു കൂട്ടുകാരെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു. അത്രയ്ക്ക് നല്ല ഇതായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ച് എന്ത് ഇതുണ്ടെങ്കിലും നല്ല രീതിക്ക് വയ്ക്കൊണ്ടിരുന്നത്. ഒരു
ഇതുമില്ല, നല്ല ഇതായിട്ട് വെക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. നിങ്ങൾ ഈ സൈബർ ആക്രമണമല്ല മരണകാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ബിനോയ് അല്ലേ, ഇപ്പം മീഡിയയിൽ വന്നിരിക്കണ എല്ലാം ബിനോയിയുടെ ഇതാണല്ലോ, പേരല്ലേ പറഞ്ഞത്. അപ്പോൾ അവനോട്ട് ആണല്ലോ എൻ്റെ മകൾ ഈ വീഡിയോയും ഇതൊക്കെ എടുക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല, ഞാൻ ഇത് കണ്ടിട്ടില്ല ഏത് ഈ വീഡിയോയും ഇതൊന്നും. അപ്പം അവനുമായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ പിണങ്ങി ആണ് സംഭവം. ബിനോയുടെ വീട്ടുകാർ പിന്നെ കോൺടാക്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഇവിടെ വരികയോ? ഈ മരണ വാർത്ത അറിഞ്ഞിട്ടേ ബിനോയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇവിടെ ആരും വന്നിട്ടില്ല. അയാളെ വീട്ടിൽ നിന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച പോലും? ഇല്ല ആരും അന്വേഷിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴോ വന്നിട്ടില്ല, അല്ലാതെ ഒന്നിനും വന്നിട്ടില്ല. ഇവരെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, അതായത് മകൾ വഴി അറിയാമായിരുന്നു? അപ്പോൾ നിങ്ങൾ എന്താണ് മകളോട് പറഞ്ഞത്? ഞാൻ എന്താണ് പറയുക, അവർ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ മകൾക്ക്. അപ്പോൾ എന്നെ കണ്ടാൽ നല്ല ഒരു സ്നേഹമായിരുന്നു. അങ്ങനെയാണ് ഈ ചാനലൊക്കെ തുടങ്ങിയത്. ഈ ചേച്ചി ഈ ബിനോയെക്കുറിച്ച് എപ്പോഴെങ്കിലൊക്കെ പറയാറുണ്ടോ? അവർ റിലേഷനിലായിരുന്നപ്പോൾ ആ ടൈമിൽ ബിനോയെ പറ്റിയത് സംസാരിക്കും. അല്ല, ചേച്ചിക്ക് ഇങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അവർ സ്ക്രീൻഷോട്ടൊക്കെ കമൻറ്റുകളിലൊക്കെ. അപ്പോൾ അതെപ്പോഴെങ്കിലും വിഷമിപ്പിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് ബോധർ ചെയ്തിരുന്നു ചേച്ചി? കാരണം ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. വിഷമമില്ല, കാരണം അവൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞിരുന്നാലും എനിക്ക് തിരിച്ച് പറയാൻ അറിയാം എന്നൊക്കെ. ചേച്ചിയുടെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇപ്പോൾ അറിയാം, നല്ല വിഷമത്തിലാണെന്നറിയാം. എന്നാലും ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ ഈ അവസാന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് തോന്നിയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും? കാരണം ബിനോയ് പോയതിന് ശേഷം തൊട്ട് പിന്നെ മാക്സിമം അവളെ ഇതെല്ലാം ഹൈഡ് ചെയ്ത് സങ്കടമെല്ലാം ഹൈഡ് ചെയ്തിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പുറത്തുനിന്ന് കാണിക്കും. പക്ഷെ നമുക്ക് അറിയാം ചില ദിവസമൊക്കെ ഒട്ടും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ പുറത്തൊക്കെ പലരും പലതൊക്കെയാണ് പറയുന്നത്. അതായത് ചേച്ചി സൈബർ ആക്രമണത്തിന് ഇരയായെന്ന് കൂട്ടുകാർ തന്നെ പറയുന്നു, പക്ഷേ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് വേറെ ചിലർ പറയുന്നു. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു നാളുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ? പറയുന്നവർക്ക് എന്തും പറയാമല്ല, സത്യം അവൾക്കും അറിയാം. പിന്നെ സത്യം അവൾക്കല്ലേ അറിയാവൂ. പിന്നെ എനിക്ക് 100% ബിനോയ് കാരണമാണ് അവൾ ചെയ്തതെന്നാണ് എൻ്റെ ഉറപ്പ്.